കിപി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് സർക്കാർ നീക്കം. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി ഇളവ് നൽകുന്നത് ടി.കെ. രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവർക്ക്. ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്ത്. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് കെ.കെ. രമ. അപൂർവ വിധിയുമായി തൃശൂർ വിജിലൻസ് കോടതി. ഇടമലയാർ കനാൽ കേസിൽ 50 പ്രതികളിൽ 49 പേരും കുറ്റക്കാരെന്ന് കോടതി. ഇടമലയാർ പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടിയിൽ കനാൽ പുനരുദ്ധരിച്ചതിലെ അഴിമതിയിലാണ് കേസ്. സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും നിലപാടും ജനവിരോധത്തിന് കാരണമായി. ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടിയും സർക്കാരും പരാജയപ്പെട്ടെന്ന് വിലയിരുത്തൽ. മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര. മാട്ടുപ്പെട്ടി റോഡിൽ കൈയും തലയും പുറത്തിട്ട് കുട്ടികളുടെ യാത്ര. യുവാക്കളും അപകടകരമായ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ച് ആരോഗ്യമന്ത്രി സഭയിൽ നൽകിയ വിശദീകരണം തെറ്റ്. മന്ത്രി വീണ ജോർജ് നൽകിയത് അവയവ മാഫിയയുടെ ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിന് വിരുദ്ധമായ വിവരം. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത് 2017. +1 ക്ലാസുകൾക്ക് തിങ്കളാഴ്ച തുടക്കം. ഇനി 2 അലോട്ട്മെന്റ് കൂടി ബാക്കി. 1,18,337 ഒഴിവുകൾ ഇനിയും ബാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പ്രവേശനം നേടാനുള്ളത് 26,985 പേർ. LDF കൺവീനറെ നിയന്ത്രിക്കണമെന്ന CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന EP ജയരാജന്റെ വെളിപ്പെടുത്തൽ തിരിച്ചടിച്ചെന്ന് നേതാക്കൾ. മുകേഷിനും രൂക്ഷ വിമർശനം. സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രവർത്തനം മോശമായിരുന്നു. മുന്നണി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഐക്യപ്പെടൽ ഉണ്ടായില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ തുറന്നു പറച്ചു. ഓളപ്പരപ്പിലെ താളപ്പെരുക്കം ഇന്ന്. ചെമ്പക്കുളം മൂലം വള്ളംകളി ഇന്നുച്ചയ്ക്ക്. മാറ്റുരയ്ക്കുന്നത് 6 ചുണ്ടൻ വള്ളങ്ങൾ. മകളെ ശല്യപ്പെടുത്തിയ വയോധികന്റെ മൂക്കിന്റെ പാലം അമ്മ അടിച്ചു തകർത്തു. +2 വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം കാണിച്ച മുണ്ടപ്പള്ളി തറയിൽ പുത്തൻ വീട്ടിൽ രാധാകൃഷ്ണ പിള്ളയ്ക്കാണ് മർദ്ദനം. പ്രതിയെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. CPIM ജില്ലാ നേതൃയോഗങ്ങൾ ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തും. യോഗങ്ങളിലെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച സർക്കാരിന്റെ മുൻഗണനാക്രമം നിശ്ചയിക്കാൻ പാർട്ടി. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിനായി മമതാ ബാനർജി എത്തിയേക്കും. കോൺഗ്രസ് നേതാവ് P. ചിദംബരവുമായി മമത കൂടിക്കാഴ്ച നടത്തി. വയനാട്ടിലേക്ക് എത്തുന്ന തീയതി പിന്നീട് അറിയിക്കും. പാലക്കാട് മംഗലം ടൗൺ സെന്റ് മേരീസ് പള്ളിക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ യാക്കോബായ വിഭാഗം. ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറാനുള്ള നീക്കം ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പ്രാർത്ഥനാ പ്രതിഷേധവുമായി ഉദ്യോഗസ്ഥരെ തടഞ്ഞു വിശ്വാസികൾ.